കല്ല് വെച്ച നുണ സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള സവിശേഷ സിദ്ധിയുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന പോലെ മുഖ്യമന്ത്രി എന്ന കസേരയിലിരിക്കുമ്പോൾ പറയാൻ പാടില്ലല്ലോ. വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലേ. ഇന്ന് മാധ്യമങ്ങൾ നോക്കുമ്പോൾ കരിമണൽ ഖനനം സ്വകാര്യ കമ്പനി ഏൽപ്പിക്കാനുള്ള എല്ലാ നീക്കവും നടത്തിയിരുന്നു എന്ന് അങ്ങേയറ്റം തെറ്റായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ കാണേണ്ടത് കരിമണൽ ഖനനവും ഈ പറയുന്ന പ്രക്രിയയുമായി തമ്മിൽ ഒരു ബന്ധവുമില്ല. കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇൽമിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റാനിയം ഡയോക്സൈഡാണ് KMML ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൽമിനേറ്റ് വേർതിരിച്ചു കഴിഞ്ഞാൽ ബാക്കി ലഭിക്കുന്ന മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള തോറിയം ഉൾപ്പെടെയുള്ള പല ക്രിട്ടിക്കൽ ധാതുക്കളും ഇതുവരെ KMMLന് ഉപയോഗിക്കാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഭൂമിയുടെ അടിയിൽ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വ്യവസ്ഥകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് അറയ്ക്കുള്ളിലാണ് മോണോസൈറ്റ് ഉൾപ്പെടെയുള്ളതെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകണം. ആ ഘട്ടത്തിലാണ് കേന്ദ്ര ആണവ മന്ത്രാലയം തന്നെ ഇതിന്റെ മൂല്യവർദ്ധനവിന്റെ ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രമിക്കാം എന്നുള്ള അനുമതി KMMLന് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഖനനം നടത്തലല്ല, ഖനനം നടത്തി വേർതിരിച്ചെടുത്ത് ഇലിമിനേറ്റ് കഴിഞ്ഞ് അതിൽ നിന്ന് ബാക്കിയുള്ള മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂല്യവർദ്ധനവ് നടത്തുന്നതിന് വേണ്ടി KMML അതിന് ഒരു പൈലറ്റ് പദ്ധതി, ഒരു പരീക്ഷണ പദ്ധതി, കാരണം ടെക്നോളജി അങ്ങനെ വിജയകരമായിട്ട് ഇതുവരെ അവൈലബിൾ ആകാത്തതുകൊണ്ട് ഒരു പൈലറ്റ് പദ്ധതിക്ക് വേണ്ടി അവർ ടെൻഡർ വിളിക്കുകയുണ്ടായി. ആ ടെൻഡർ വിളിച്ചിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ എല്ലാം ടെൻഡർ ഡോക്യുമെൻ്റ് എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ മാത്രമല്ല പബ്ലിക് ഡൊമൈനകത്തുള്ളതാണ്. ഈ സൂക്ഷിച്ചിരിക്കുന്നതിൽ നിന്ന് നിശ്ചിത അളവ് അവർക്ക് കൊടുക്കുകയും ഈ കിട്ടുന്ന കമ്പനിക്ക് കൊടുക്കുകയും അതിന്റെ ടെക്നോളജി തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽ മിഷനകത്ത് സെന്റർ ഓഫ് എക്സലൻസ് ആയി കേന്ദ്രം അംഗീകരിച്ചിട്ടുള്ള NFTDCയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അവർക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ ഈ നിശ്ചിത അളവിൽ നിന്ന് മോണോസൈറ്റ് വേർതിരിച്ചെടുത്ത് ആ മോണോസൈറ്റിന്റെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളിലേക്ക് എത്താമോ എന്ന പരീക്ഷ നടത്തും. അത് വിജയിക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന പൂർണ്ണമായ ഉൽപ്പന്നങ്ങളും KMMLന് സൗജന്യമായി കൈമാറും. അത് കഴിഞ്ഞാൽ 18 മാസത്തേക്ക് മാത്രമാണ് ആ പദ്ധതി. 18 മാസം കഴിഞ്ഞാൽ അത് തിരിച്ച് അതേപോലെ തന്നെ ആക്കി ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു ഗവേഷണത്തിന് കൂടുതൽ സമയം കൂടി ആവശ്യമാണെങ്കിൽ 3 മാസം കൂടി, അങ്ങനെ പരമാവധി 21 മാസം അനുവദിക്കുന്ന ടെൻഡറാണ് അവർ വിളിച്ചിട്ടുള്ളത്. അത് വിജയിക്കുകയാണെങ്കിൽ പിന്നീട് കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള സംയുക്ത പദ്ധതിയുമായി KMMLന് എല്ലാ അനുമതിയും ലഭിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഖനനവുമായി ഒരു ബന്ധവുമില്ല. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന മോണോസൈറ്റ് ആണ്. അതിൽ നിന്ന് മോണോസൈറ്റ് ഉൾപ്പെടെ വേർതിരിച്ചെടുത്ത് മൂല്യവർദ്ധനവാണ്. അത് 21 മാസം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് അവർ ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. അതിന് കിട്ടിയ അത് ഗവൺമെന്റിന് മുൻപിലേക്ക് വന്നു. അതേപോലെ വർക്ക് ഓർഡർ കൊടുത്തു. അപ്പം തന്നെ സംഗതി പൊളിഞ്ഞു. വർക്ക് ഓർഡർ ആണെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് വർക്ക് ഓർഡർ കൊടുക്കും. ആ പ്രസംഗത്തിൽ തന്നെ കാണാം, വർക്ക് ഓർഡർ കൊടുത്തു. ഇത് അവർക്കാണ് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മലയാള മനോരമ അവരാണ് വാർത്ത ആദ്യം കൊണ്ടുവന്ന് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കേരള സർക്കാരുകളുടെ അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും MOU ഒപ്പുവയ്ക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം കേന്ദ്രത്തിനുള്ള അനുമതി അപേക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് മുൻപിൽ വന്നു. അത് ഞങ്ങളൊന്നും ഈ ഭരണനിർവഹണത്തിന് അധികാരമില്ലാത്ത ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ഗവൺമെന്റ് തന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് കേന്ദ്രത്തോടുള്ള അനുമതിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള അനുമതി KMML നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ ഖനനവുമായി ഒരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പൊതു പ്രശ്നം അദ്ദേഹം പറയുമ്പോൾ എന്താ, ഞാൻ സ്വകാര്യവൽക്കരണം ഉദ്ദേശിച്ചിട്ടേ ഇല്ല, ഇത് നിങ്ങൾ എന്നെ പ്രതിക്കൂട്ടിലാക്കിയല്ലോ. നമ്മുടെ മാധ്യമപ്രവർത്തകരായാലും ഈ കാര്യം ശ്രദ്ധിക്കുന്നവരായാലും സാധാരണഗതിയിൽ ബജറ്റ് പ്രസംഗം വായിക്കുന്നുണ്ടാവുമല്ലോ. KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ പറയുമ്പോൾ 3 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം എടുത്തു പറയുന്നു. KMML, കെൽട്രോൺ, NFTDC കേന്ദ്രത്തിൻ്റെതാണ്, സെന്റർ ഓഫ് എക്സലൻസ് ആണ്. എന്നാൽ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ 3 കമ്പനികളുടെ പേര് ഒഴിവാക്കി. മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കെൽട്രോൺ, KMML, ഈ പേരുകൾ എന്തിനൊഴിവാക്കി? അതല്ലേ ബാക്കിയെല്ലാം ഇപ്പോൾ പഴയതെല്ലാം പുതിയ പേരിൽ അവതരിപ്പിച്ചില്ലേ. നിങ്ങൾ വ്യവസായ വകുപ്പിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ ഈ കൂട്ടത്തിലുണ്ടല്ലോ. അതിലൊന്ന് നോക്കൂ, വളരെ ആധികാരികമായി പറയുന്നുണ്ട് ബ്രാൻഡിങ് കേരളത്തിൽ ഉൽപ്പന്നങ്ങളെല്ലാം പുതുതായി ഞങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ പോവാണ്. കേരള ബ്രാൻഡ് വന്നു. കേരള ബ്രാൻഡ് നന്മ എന്ന രൂപത്തിൽ അത് വെളിച്ചെണ്ണയ്ക്ക് ആദ്യം കൊടുത്തു 2 കൊല്ലം മുമ്പ്. അത് പരസ്യമായി വലിയ ചടങ്ങ് വെച്ച് നടത്തി. അത് കഴിഞ്ഞ് 10 ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് നൽകാനുള്ള മാനദണ്ഡങ്ങളുടെ സർക്കാർ ഉത്തരവ് ഇറങ്ങി. അതെല്ലാം പബ്ലിക് ഡൊമൈനകത്ത് നിൽക്കുമ്പോൾ ശൂന്യതയിൽ നിന്നെടുത്ത് ഇതാ പുതിയൊരു മാറ്റം, കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് ബ്രാൻഡുമായി വരികയാണ്. മാറ്റമുണ്ട്, കേരള ബ്രാൻഡ് എന്ന് മാറ്റിയിട്ട് ബ്രാൻഡിങ് കേരള എന്നാക്കി.
പിന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അറിയാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റിന് തടസ്സം എല്ലാ വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ് പ്രൊമോഷൻ ഒരു ബോർഡ് ഒരു ബ്യൂറോ രൂപീകരിക്കുകയാണ്. മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായിട്ട്. അപ്പൊ അദ്ദേഹം പഠിച്ചു പറയുന്ന ആളാണെങ്കിൽ ഈ കേരളം പാസ്സാക്കിയ നിയമം നോക്കണ്ടേ? കേരളത്തിൽ തന്നെ ഒരു നിയമം കഴിഞ്ഞ നിയമസഭ പാസ്സാക്കി, ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബ്യൂറോ രൂപീകരിക്കാൻ. അതിൽ മുഖ്യമന്ത്രി ചെയർമാൻ, വ്യവസായ മന്ത്രി കോ ചെയർമാൻ, റവന്യൂ മന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ, അതുപോലെ ലേബർ മിനിസ്റ്റർ, ഇങ്ങനെയുള്ള മന്ത്രിമാരെല്ലാം വൈസ് ചെയർമാൻമാർ. അതിന്റെ ഇംപ്ലിമെന്റേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി. അത് നിയമം തന്നെ പാസ്സാക്കി കേരള നിയമസഭ. അങ്ങനെ നിയമം നിലനിൽക്കുമ്പോൾ പുതിയ ഒമ്പത് രൂപത്തിൽ അവതരിപ്പിക്കുന്നു. മാറ്റണ്ടെന്ന് വെച്ചാൽ മാറ്റമുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ കോ ചെയർമാൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി വൈസ് ചെയർമാൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് മന്ത്രിമാരെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നിയമം നിലനിൽക്കുന്നത് പോലും പുതുതായ രൂപത്തിൽ യാതൊരു മടിയുമില്ലാതെ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നയാൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ 3 കമ്പനികൾ എന്തിന് ഒഴിവാക്കപ്പെട്ടു? അത് പിടിക്കപ്പെട്ടപ്പോൾ മറുപടി പ്രസംഗം നിങ്ങൾ നോക്കിക്കോളൂ. KMML, കെൽട്രോണൊക്കെ ചേരുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഒഴിവാക്കിയത്? അപ്പോൾ ഈ കല്ലുവെച്ച നുണ സത്യമെന്ന മട്ടിൽ പ്രത്യേകമായ ശരീരഭാഷയൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അതൊന്നും, അത്തരം കള്ളങ്ങളൊന്നും കേരളത്തിൽ അധിക നാൾ നിലനിൽക്കില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുമ്പോൾ നന്നായിരിക്കും. അനുമതിയല്ല, KML ഖനനം നടത്തി അതിന് വേർതിരിച്ചെടുക്കുന്ന ധാതു അല്ല, ഖനനവുമായി ഒരു ബന്ധമില്ല ഇതിനകത്ത്. KMML ഇത്രയും കാലമായല്ലോ, അത്രയും കാലമായി അവർ മണലെടുക്കുന്നു. ആ മണലിൽ നിന്ന് ഇലുമിനേറ്റ് വേർതിരിച്ചെടുക്കുന്നതാണ് അവരുടെ റോ മെറ്റീരിയൽ. ചിലർ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്നത് എവിടെ കൊടുക്കണമെന്ന് ഞാൻ പറയണോ, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ആ കടലാസ് വായിച്ചു നോക്കണ്ടേ? ആലപ്പുഴയിൽ നിന്ന് എടുക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തോട്ടെ, അതിന് ഏത് രൂപത്തിലും ഗവൺമെന്റും കോടതി എല്ലാം നോക്കി തീരുമാനിച്ചോട്ടെ. പക്ഷെ ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്നതിന്റെ വ്യവസ്ഥ 50% KMML-ഉം 50% IRE മാത്രമാണ്. അതിനകത്ത് IRE-യുമായിട്ടുള്ള കരാറിൽ പറയുന്നത് IRE അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇലുമിനേറ്റ് പൂർണ്ണമായിട്ട് KMML മാത്രമേ നൽകാൻ പറ്റുള്ളൂ. പിന്നെ KMML ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ ഒരാൾക്ക് പോലും ഇലുമിനേറ്റ് കൊടുത്തിട്ടില്ല. കാരണം KMML-ന് ആവശ്യമായ ഇലുമിനേറ്റിന്റെ 50% മാത്രമേ അവർ വേർതിരിച്ചെടുക്കുന്നുള്ളൂ, ബാക്കി IRE-ന്ന് വാങ്ങിക്കുകയാണ്. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ഈ പ്രക്രിയ നടക്കുന്നതിനിടയിൽ എത്രയോ വർഷങ്ങളായി ഇൻവെനേറ്റ് ഒഴികെയുള്ള മറ്റ് ധാതുക്കൾ, അതിനകത്ത് മോണോസൈറ്റ് ഉണ്ട്, തോറിയം ഉണ്ട്, പല ധാതുക്കളുണ്ട്. ആ ക്രിട്ടിക്കൽ മിനറലുകൾ നേരത്തെ മണ്ണിനടിയിൽ കോൺക്രീറ്റ് ബങ്കറുകൾക്കകത്താണ് സൂക്ഷിച്ചിട്ടുള്ളത്. ആ കോൺക്രീറ്റ് ബങ്കറുകൾക്കകത്ത് സൂക്ഷിച്ചിട്ടുള്ള മോണോസൈറ്റ് ആണ് ഇപ്പോൾ അതിൽ നിന്ന് മോണോസൈറ്റ് വേർതിരിച്ചെടുക്കാനുള്ള ഒരു പരീക്ഷണം. അതൊരു മൈനിങ്ങുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓരോ കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയ്ക്ക് അനുസരിച്ച് മാറണ്ടേ? പലരും മാറുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞെല്ലാം നേരെ മറന്നിട്ടാണല്ലോ ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് യോജിച്ച പ്രസ്താവന ആയിരുന്നില്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഈ തോട്ടപ്പള്ളിയിലെ 10 വർഷത്തെ അഴിമതി അന്വേഷണം ഈ കരിമണലുമായി ബന്ധപ്പെട്ടാണ് G. സുധാകരൻ സഭയിൽ ആവശ്യപ്പെട്ടത്. അല്ല, അത് ആയിക്കോട്ടെ. തോട്ടപ്പള്ളിയിൽ ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ഇതിന്റെ സമയത്താണ് കുട്ടനാടിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങനെ പദ്ധതി കൊണ്ടുവന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന മണ്ണ് അത് പൂർണ്ണമായിട്ടും 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, IRE, KMML. IRE-യുടെ വ്യവസ്ഥ, IRE അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇലുമിനേറ്റ് KMML-ന് മാത്രമേ കൊടുക്കാവൂ. IRE പുറത്തൊക്കെ വിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് KMML-ന് മാത്രമേ കൊടുക്കാവൂ എന്ന വ്യവസ്ഥയോട് കൂടിയാണ്. അതൊക്കെ അവർക്ക് ഏത് അന്വേഷണം നടത്താമല്ലോ. അത് പൂർണ്ണമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള ഒരു അവകാശമായിട്ടാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ല, ഈ ഗവൺമെന്റിന്റെ എല്ലാ നിയമനങ്ങളും ഒരു സംശയത്തിന്റെ നിഴലിലാണ്, എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ചോദിക്കേണ്ടതായിരുന്നു, പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരുടെ എല്ലാം ശുപാർശ കിട്ടി, ആ ശുപാർശയിൽ ഇവർ ഏതൊക്കെ കക്ഷിക്ക് വേണ്ടി ഹാജരായി എന്ന് നോക്കാൻ AIക്ക് പോലും കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു മന്ത്രിക്ക് ശുപാർശ ചെയ്യാൻ ചട്ടം അനുവദിക്കുന്നില്ല. ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 3 പേരുടെ പാനൽ ചട്ടപ്രകാരം അഡ്വക്കേറ്റ് ജനറലാണ് ഗവൺമെന്റിന് നിയമവകുപ്പിന് സമർപ്പിക്കേണ്ടത്. അതിൽ നിന്ന് നിയമവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന പ്രകാരം ക്യാബിനറ്റിൽ വെച്ച് ക്യാബിനറ്റ് അംഗീകരിക്കേണ്ടത്. ഇപ്പൊ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇപ്പൊ നേരത്തെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ പേര് നിർദ്ദേശിച്ചിരുന്നതാണ്. ആ നിർദ്ദേശിച്ചത് അന്നത്തെ ഗവർണർ അതിന് അംഗീകാരം നൽകിയില്ല. ഇപ്പോൾ ഈ നിയമനവും ഔട്ട് ഓഫ് അജണ്ടയായി വന്നിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മുന്നണിക്കകത്തും എന്ന് മാത്രമല്ല പാർട്ടിക്കകത്തുമൊന്നും എല്ലാ നിയമനങ്ങൾക്കും എതിരെ ഗൗരവമായ ആക്ഷേപം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണമായിട്ടും ഇപ്പോൾ
മറ്റും പല മേഖല എല്ലാ വിഷയങ്ങളിലേക്കും കിടക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം തന്നെ സംശയത്തിന്റെ ഒരു നിഴലിലേക്ക് ഈ ഗവൺമെന്റിനെ വളരെ വേഗത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.